പ്രിയമുള്ളവരെ, തിരുനാളുകളുടെ തിരുനാളായ തിരുവുത്ഥാന മഹോത്സവത്തിൻ്റെ ആശംസകൾ ഹൃദയപൂർവ്വം നേരുന്നു. യേശുവിൻ്റെ ഉയർപ്പ് തിരുനാൾ നമുക്ക് നൽകുന്നത് പ്രത്യാശയാണ്. ഒരിക്കൽ ഒരു യുവാവ് ജീവിതത്തിൽ എന്ത് ചെയ്തിട്ടും അഭിവൃദ്ധി കിട്ടുന്നില്ല, വളരെ നിരാശനായി ജീവിതം അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ചു. ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് ഒരു ഗുരുവിനെ കാണാം എന്ന് വിചാരിച്ച് ഒരു ഗുരുവര്യൻ്റെ അടുത്ത് ചെന്നു. അദ്ദേഹം ചോദിച്ചു, എന്തുകൊണ്ടാണ് ജീവിതം അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്? ജീവിക്കാൻ മുൻപിൽ ഒന്നും കാണുന്നില്ലേ? ജീവിതത്തിന് അർത്ഥമുള്ളതായിട്ട് തോന്നുന്നില്ലേ? ജീവിതത്തിൽ ഒന്നും ലഭിച്ചിട്ടില്ലേ? അവൻ ഗുരുവിനോട് പറഞ്ഞു, ഇല്ല, എനിക്ക് ജീവിതത്തിൽ ഒരു പ്രതീക്ഷയുമില്ല. ഗുരു അവനോട് ചൈനയിലെ ഒരു മുളയുടെ കഥ പറഞ്ഞു കൊടുത്തു. ഒരു മുള കൊണ്ടുപോയി നട്ടു. മുള പൊട്ടിയിട്ടുണ്ട്. ഒരു വർഷം കാത്തിരുന്നിട്ടും അതിന് വളർച്ചയൊന്നും ഉണ്ടാകുന്നില്ല. മറ്റുള്ള എല്ലാ ചെടികളും വളർന്നു കയറുന്നുണ്ട്, മുള മാത്രം വളരുന്നില്ല. 2 വർഷമായി വളർച്ചയില്ല. 3 വർഷമായി വളർച്ചയില്ല. 4 വർഷമായി വളർച്ചയില്ല. 5-ാമത്തെ വർഷം അത് വളർന്ന് ആകാശം മുട്ടെ എത്തി. അത്രയും നാള് അത് ഭൂമിയിൽ ഉറച്ചു നിൽക്കുവാൻ വേണ്ടിയിട്ടുള്ള ശക്തി സ്വീകരിക്കുകയായിരുന്നു. അത് വേര് ആഴത്തിലേക്ക് ഇറക്കുകയായിരുന്നു. എത്ര വലിയ കാറ്റടിച്ചാലും മുള മാത്രം ഒടിഞ്ഞു വീഴാറില്ല. എത്ര പൊക്കത്തിൽ വളർന്നാലും അത് തകർന്നു പോകാറില്ല. അതിന് കാരണം അതിൻ്റെ വേരുകൾ ആഴത്തിൽ ഇറങ്ങിയിരിക്കുന്നത് കൊണ്ടാണ്. ഈ ആഴത്തിലേക്ക് ഇറങ്ങാനുള്ള സമയമാണ് ഇത്രയും നാൾ എടുത്തത്. പ്രിയമുള്ളവരെ, അവൻ്റെ ജീവിതം, അവൻ്റെ ചിന്തകൾ മാറി, അവൻ്റെ കാഴ്ചപ്പാട് മാറി, പുതിയൊരു വെളിച്ചം അവന് കിട്ടി. പലപ്പോഴും നമുക്കും ഈ ഒരു വെളിച്ചം കിട്ടാത്തത് കൊണ്ടാണ് ജീവിതത്തെ വളരെ നിസ്സാരമായി നമ്മൾ കാണുന്നത്. നമുക്ക് വെളിച്ചമേകാനാണ് ക്രിസ്തു ഉദ്ധിതനായത്. ഈ ജീവിതത്തിലൂടെ തീരുന്നതല്ല നമ്മുടെ ജീവിതം, മറിച്ച് മഹത്വപൂർണ്ണമായ സ്വർഗീയമായ ഒരു ജീവിതം നമുക്കുണ്ടെന്ന് യേശുവിൻ്റെ ഉത്ഥാനം നമ്മോട് സംവദിക്കുന്നു. ഉദ്ധിതനായ ഈശോയോട് ചേർന്ന് കരുത്തരായിരിക്കാം, ശക്തരായിരിക്കാം, പ്രതീക്ഷയുള്ള മക്കളായിരിക്കാം. ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഈസ്റ്ററിൻ്റെ ആശംസകൾ ഹൃദയപൂർവ്വം